സ്റ്റോണോവയിൽ കാണാനുള്ളത് സ്റ്റോണോവ ഹാർബർ, അത് ഫുൾ യാക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ലൂയിസ് കാസിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ സ്റ്റാൻഡിങ് സ്റ്റോൺസ് കുറച്ച് ദൂരമാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. മെയിൻ ഇതാണ് ലൂയിസ് കാസിലാണ് നമുക്ക് ആകെ കാണാൻ. അപ്പം നമുക്ക് മാക്സിമം അത് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തത്. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് സ്കോട്ട്ലാൻഡിലെ സ്റ്റോണോവയാണ്. സ്റ്റോണോവ ഒരു ഐലൻഡാണ്. അപ്പോൾ ഇവിടെ ഈ ഹാർബർ ഉണ്ടോ, ഈ ഹാർബറും പിന്നെ ലൂയിസ് കാസിലുമാണ് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ ഏറ്റവും പ്രൈവറ്റ് എംപ്ലോയീസ് വർക്ക് ഒരു സ്ഥലം കൂടെ ഉണ്ട് ഇവിടെ. കൂടുതലും ഈ ഹാർബറും പിന്നെ അതുകൂടാതെ ഈ കാസിലെ വിശേഷങ്ങളും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ ചർച്ച് പിന്നെ മോസ്ക്, ഇതൊക്കെയാണ് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് മുന്നോട്ട് പോയി ഇവിടെ പറയാം. പിന്നെ ലൂയിസ് കാസിൽ ഇത് അപ്പുറത്തുണ്ടോ, കരയുടെ തീരത്താണ് ഇത് ഇവർ പണിതിരിക്കുന്നത്. ഞാൻ എന്തായാലും അവിടെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാസിൽ അപ്പുറത്താണ് ആ കാണുന്ന ഒരു ഐലൻഡ് കംപ്ലീറ്റ് ഈ കാസിൽ പണിത് കയറ്റിയിരിക്കുക. ഇവിടെ അങ്ങനെ വഴിയിലൊന്നും വലിയ തിരക്കില്ല കേട്ടോ. വലിയ ടൂറിസ്റ്റുകളോ അല്ലെങ്കിൽ ലോക്കൽസിൻ്റെ അങ്ങനെ ഒന്നും എന്താ പറയുക, ഒരു ജനക്കൂട്ടൊന്നും ഇവിടെ കാണില്ല. ആകെയുള്ളവിടെ കാസിൽ മാത്രമാണ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും കാസിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം, ലൂയിസ് കാസിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കംപ്ലീറ്റ് ഡീറ്റെയിൽഡായിട്ട് ഞാൻ മാക്സിമം പറഞ്ഞു തരാമില്ല. എന്തായാലും ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ബസ്സിൽ എനിക്കൊരു 15 മിനിറ്റ് എടുത്തു. പിന്നെ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് അവിടേക്ക് നടക്കാൻ. അത്രയേ ഉള്ളൂ സ്പേസ്, അത്രയേ ഉള്ളൂ എനിക്ക് ഡിസ്റ്റൻസ് അവിടേക്ക്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന്മാർ തിരിച്ചു പോയി. അവന്മാർക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവന്മാർ തിരിച്ചു പോയി. അപ്പം ഞാൻ പിന്നെ ഒറ്റയ്ക്കാണെങ്കിലും ഞാനിങ്ങനെ പോയിട്ട് വരാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയില്ല വന്നത്. അതുകൊണ്ട് ഇവിടെ ഉള്ള നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്, ആ കാസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ അവിടെ വിഷ്വലിലൂടെയും കുറച്ച് കാണിച്ചു തരാം. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. ലൂയിസ് കാസിൽ ഗോൾഫ് ക്ലബ്, ലൂയിസ് കാസിൽ ഗോൾഫ് ക്ലബ്ബ്, കാസിൽ ഗ്രൗണ്ടൊക്കെ ഈ സൈഡിലുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തായാലും കയറിപ്പോണ്ട്. വുഡ്ലാൻഡ്സ് കഫേ ഇവിടെ തന്നെയുണ്ടോ. വുഡ്ലാൻഡ് സെൻറ്ററും ഇവിടെ തന്നെയാണുള്ളത്. അത് മാക്സിമം പോകാൻ പറ്റിയാൽ നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. ഈ കാസലിൻ്റെ ചുറ്റും കംപ്ലീറ്റ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കേണ്ട ഒരു കാട് പോലെ എന്താ പറയുക അവർ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ലൂയിസ് കാസിൽ ഗ്രൗണ്ട്. ഇതിനുള്ളിലാണ് ഈ കാസിൽ. ഇത് കണ്ടോ, ഇത് ഹാർബറാണ്. ഈ ഹാർബറിൻ്റെ സൈഡാണ് ഈ കാസിൽ. വുഡ്ലാൻഡ് സെൻട്രലിലേക്കൊന്ന് നമുക്ക് പോകണ്ട. അവിടെ എന്താ പ്രത്യേകം എന്നുള്ളത് ഞാനൊന്ന് പോയി കണ്ടിട്ട് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞുതരാം കൂടുതലായിട്ട്. ഇവിടെ കണ്ടില്ലേ, മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആളുകൾ പാട്ട് കേട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. നല്ല പച്ചപ്പ് വിരിച്ച പരോധന പോലെയാണ് ഈ സൈഡ്. അതായത് ഒരു കടൽ തീരത്താണ്ടോ ഇത് ഇവർ ബിൽഡ് ചെയ്തെടുത്തിരിക്കണം. കണ്ടില്ലേ, ഇവിടെയുണ്ട് കാസിൽ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം ഞാൻ അത്യാവശ്യം നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഹിസ്റ്ററി. ഇതിന് മൊത്തം സ്കോട്ട്ലാൻഡിലെ ലൂയിസ് ദ്വീപിലെ സ്റ്റോണോവ പട്ടണത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിലെ കൊട്ടാരമാണ് ലൂയിസ് കാസിൽ. 1844 51 കാലഘട്ടത്തിൽ ചൈനീസ് കറുത്ത വ്യാപാരത്തിൽ നിന്ന് തൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മുഴുവൻ ദ്വീപും കൈക്കലാക്കിയത്. സർ ജെയിംസ് മാത്തസണിൻ്റെ ഒരു കൺട്രി ഹൗസായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്ലാസ്ഗോ വാസ്തുശില്പിയായ ചാൾസ് വിൽസൺ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതാണ് കാസിൽ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. കയറാൻ പറ്റുമെങ്കിൽ നമുക്കെന്താ പോകാം. കയറാൻ പറ്റുമുണ്ടോ, നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോയിട്ട് അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ല, നല്ലൊരു ഷാൻഡിലിയറൊക്കെ ഇവിടെ വരസി ചെയ്ത് വെച്ചിട്ടുണ്ട്. വിസ്കസ് ഇരുട്ടാണ് അതിൻ്റെ ഉള്ളിൽ.
ഏതാണ്ട് അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയർ തന്നെയാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ കയറാൻ പറ്റില്ല. അതൊരു എക്സ്ക്ലൂസീവ്ലി ഫോർ പ്രൈവറ്റ് ഒരു പ്രൈവറ്റ് ഇവൻറ്റിന് വേണ്ടി ഇവർ ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ കയറാൻ അനുവാദമില്ല. വലിയൊരു പിയാനോ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ഭംഗിയല്ല ഈ എന്താ പറയുക, ഈ സ്റ്റെയർ കേസ് കാണാനായിട്ട് വുഡൻ കൊണ്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ ലൈറ്റ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ക്യാൻഡിൽസ് പോലെ മെഴുകുതിരികൾ പോലെ. പിന്നെ അത് ഇവിടെ ഒരു എന്താ പറയുക കഫേ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു കഫേ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ ആ സൺലൈറ്റും ആ ഷാൻഡിയറും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഹോളാണെന്ന് എനിക്ക് തോന്നണം. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഫർണിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഫർണിഷിങ് ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ഈ കാസിലുകളിലും എന്താ പറയുക ഇതുപോലെ ചർച്ചുകളിലൊക്കെ കണ്ടിന്യൂസിൽ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ ഒരുപാട് പുരാതന കാലഘട്ടങ്ങളിലെ ബിൽഡിങ്സ് അല്ലേ. അതുകൊണ്ട് മെയിൻ്റെനൻസ് വർക്കുകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ. അപ്പുറത്ത് ഞാൻ കണ്ടത് അത് ഹോട്ടലാണ് കേട്ടോ. ഇവിടെ കണ്ട് ഇത് നമുക്ക് മുകളിൽ പോകാൻ പറ്റില്ല. ഞാൻ മുകളിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ കയറാൻ പറ്റില്ല. ഇവിടെ ആണല്ലോ എഴുതിയിട്ടുണ്ട്. അവർ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, ബിയോണ്ട് ദിസ് പോയിന്റ് ഈസ് ഫോർ റെസ്ട്രിക്റ്റഡ്. അത് റെസ്ട്രിക്റ്റഡ് ആണ് ഇവിടെ കയറാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പുറമേയുള്ള കാഴ്ചകളും ഇതൊക്കെയുള്ളൂ ഇവിടെ കാണാനായിട്ട്. പിന്നെ ഇത് കണ്ടോ ഷാൻഡിലിയർ വലിയ എത്ര എന്താ പറയുക ആർഭാടപരമായിട്ടുള്ളതൊന്നുമില്ല. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഷാൻഡിലിയർ. പക്ഷേ അതിനുള്ളിൽ എന്താ ഒരു 5 ബൾബ് പോലെ ചെറിയ ക്യാൻഡിലുകൾ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയില്ലേ ഈ കൺസ്ട്രക്ഷൻ സ്റ്റൈലിലൊക്കെ. പക്ഷെ ഇവിടെ എല്ലാ ലൈറ്റുകളും ഇതുപോലെ ഉണ്ടോ. ചെറിയ ചെറിയ ക്യാൻഡിലുകളാണ് ഇവിടേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡോറുകളുണ്ടോ എത്ര വലിപ്പുള്ളതാണെന്നോ നോക്കുക. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ ഭാഗത്തൊക്കെ കടൽ തീരത്തായതുകൊണ്ട് നല്ല തണുത്തായി. പിന്നെ അതിന് ചുറ്റും മരങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കണത് കൊണ്ട് നല്ലൊരു എന്താ പറയുക ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് ഓക്സിജനാണ് നമുക്ക് ശ്വസിക്കാൻ പറ്റണം. ഇതെന്തോ വർക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ടൂറിസ്റ്റുകൾ വളരെ പരിമിതമാണ്. പിന്നെ അതുകൂടാതെ ലോക്കൽസ് ചിലപ്പോൾ അവർ ഇതുപോലെ വെക്കേഷൻസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരണം. കാരണം ഇവിടെ ഈ സ്റ്റോണോവേ ഇതൊരു ഐലൻഡാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഐലൻഡിലാണ് സംഭവം ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കാസിൽ. അതുകൊണ്ട് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും നമുക്കില്ല. പിന്നെ ഇവിടെ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല ഫ്രഷ് എയർ കിട്ടാൻ നമുക്ക് കാണാം. പിന്നെ ഈ കാസിലെ കുറിച്ച് ഹിസ്റ്ററിയൊക്കെ പഠിച്ചൊന്ന് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നല്ലാതെ നമുക്ക് കൂടുതലായിട്ട് വലിയ കാഴ്ചകളായിട്ടൊന്നുമില്ല. പിന്നെ ഹാർബറാണ്. ഹാർബറിലെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കത് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരല്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ വിഷ്ണോട്ടൻ ഇവിടെ വന്നപ്പോൾ വിഷ്ണോട്ടനെയും കണ്ടു. അപ്പോൾ വിഷ്ണോട്ടൻ ഞാനുമായിട്ട് വുഡ്ലാൻഡ് സെൻറ്ററിൻ്റെ അവിടേക്ക് ഒന്ന് പോവാണ്. വുഡ്ലാൻഡ് സെൻറ്റർ എന്താണെന്നുള്ളത് നോക്കണം. അതെ അവിടെ എന്തൊക്കെയോ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അത് തന്നെയാണ് അപ്പുറത്ത് കാണുന്നത് തന്നെയാണ് വുഡ്ലാൻഡ് സെൻറ്റർ എന്ന് തോന്നുന്നത്. അതായത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് നോക്കാം. റക്കാസിലും ഇതിൻ്റെ ചുറ്റുമുള്ള ഈ പച്ചപ്പ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് കണ്ടോ ആ അങ്ങേ അറ്റത്ത് കാസിൽ, പിന്നെ വുഡ്ലാൻഡ് സെൻറ്ററിൻ്റെ താഴെയാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് ഈ മരം കണ്ട ഈ യൂറോപ്യൻ കൺട്രീസിൽ ഈ മരം എപ്പോഴും കണ്ടോ ഇത് തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട്. നല്ല ഭംഗിയാണ് ഈ മരം കാണാൻ. അതായത് ഡിസംബർ സീസണിലൊക്കെ ഭയങ്കര കാണാൻ നല്ല ഭംഗിയുണ്ടാവും. സ്നോഫോളൊക്കെ വീണ സമയമല്ലേ. അതുകൊണ്ട് ഈ സ്നോ എല്ലാം ചിലപ്പോൾ ഇതിൽ വന്ന് നിൽക്കും ഈ മരത്തിൻ്റെ ഒരു ഈ കൊമ്പുകളിൽ. അതുകൊണ്ട് ആ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് കേട്ടോ വുഡ്ലാൻഡ് സെൻറ്റർ. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഇതൊരു റെസ്റ്റോറൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ വുഡ്ലാൻഡ് സെൻറ്റർ എന്നുള്ള. അതെ ഇതൊരു റെസ്റ്റോറൻറ്റ് കോൺസെപ്റ്റ് മാത്രമാണ്, കഫേ കോൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. റെസ്റ്റോറൻ്റ് എന്നും പറയാം, കഫേ എന്നും പറയാം. വുഡ്ലാൻഡ് സെൻറ്റർ ഇത് പഴയ സോമില്ലാണ്. അതാണ് ഇപ്പോഴത്തെ കഫേ ആയിട്ട് വർക്ക് ചെയ്യണത്. ടേക്ക് അവേ എൻട്രൻസ് ഓപ്പൺ ആണ് കേട്ടോ. ഇതെല്ലാം രാവിലെ 9 മണിക്ക് എങ്ങാണ്ടാണ് ഇത് ഓപ്പൺ ആവണത്.
നമുക്ക് എന്തായാലും ഇനി പുറത്തു പോകാമല്ലേ ഇവിടെ. Secrets are no fun, and I always wanna know what's wrong, but end up coming off too strong, and I just wanna help. Will you let me in? Will you let me in? ഈ വുഡ്ലാൻഡ് സെന്റർ നടന്നു വരുമ്പോൾ നമുക്ക് ഈ ഹാർബറിൽ അത്യാവശ്യം നല്ല കാഴ്ചകളാണ് കഴിയുന്നത്. ഹാർബർ കണ്ടല്ലേ, ഇവിടുത്തെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കി. നമ്മൾ സ്കോട്ട്ലാൻഡ് പോയ സമയത്ത് സ്കോട്ട്ലാൻഡിലും ഇതേപോലെ തന്നെയായിരുന്നു കാഴ്ചകൾ. പക്ഷേ സ്കോട്ട്ലാൻഡിൽ ഇതിലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരുപാട് യാക്കുകളും ബിൽഡിങ്ങുകളും വളരെ കൺസ്ട്രക്റ്റഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തീരത്ത് തന്നെയാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ കാസിലും. അതുകൊണ്ട് തണുത്ത കാറ്റ് അവിടെ നിന്ന് വീശുമ്പോൾ ഇവിടെ റിലാക്സ് ചെയ്യാൻ നല്ലൊരു സുഖമാണ്. പക്ഷേ രാവിലെ നല്ലൊരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. പക്ഷെ അതിനുള്ള ഓപ്ഷൻ എനിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വരാൻ കഴിയില്ല. ഇതുപോലെ വിസിറ്റ് ചെയ്യാന്നല്ലാതെ ഇവിടെ താമസിക്കണവർക്ക് മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നടക്കില്ല. ഇവിടെ കുറേ താറാവുകൾ കണ്ടോ ഈ വെള്ളത്തിൽ. അന്ന് പോർട്ട്ലാൻഡിൽ അത് പക്ഷെ പക്ഷികളായിരുന്നു, അത് താറാവല്ല. ഇപ്പുറത്തെ സൈഡ് ഇതുപോലെയൊക്കെയാണ്. ചെറിയൊരു കഫേയും കഫറ്റീരിയൊക്കെ ഇവിടെ ഉണ്ട്. ഈ സൈഡ് ഇതുപോലെയുള്ള സീറ്റിംഗ് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ നല്ല സുഖമാണ്. ചെറിയ രീതിയിൽ മഴ തുള്ളിയിടുന്നുണ്ട് കേട്ടോ. പക്ഷെ മഴയില്ലാത്ത ഒരു ഭാഗ്യം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആകെയുള്ളത് ഈ ഒരു കാസിലെ കുറിച്ചുള്ളൊരു കണ്ടന്റാണ്. അപ്പോൾ അതും ചിലപ്പോൾ ഇല്ലാതായിന്ന് വരും. കാരണം ഈ മഴയത്ത് പിന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. ഈ വേഷത്തിൽ വന്നിട്ട് അത് കുറച്ച് റിസ്ക്കായി. ഒരു കുടയോ അല്ലയോ റെയിൻ കോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഇതുണ്ട് ഇവിടെ കുറേ അധികം യാക്കുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒന്നും സെയിലിനൊന്നും ഏത് യാക്കും പോയിട്ടില്ല കേട്ടോ. വളരെ എന്താ പറയുക, ഇന്നത്തെ ഇവരെ ഒഫീഷ്യൽ ഹോളിഡേ വല്ലതോടൊന്നും അറിയില്ല. ഒരുപാട് യാക്കുകൾ ഇന്നിവിടെ കണ്ട്. ഈ ഹാർബറിൻ്റെ തൊട്ട് ഈ സിറ്റി മോസ്കും ചർച്ചും കാര്യങ്ങളും പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പോർട്ട്ലാൻഡിൽ കണ്ട ഒരു പക്ഷി. ഇതിൻ്റെ സൗണ്ട് വളരെ ഉച്ചത്തിൽ കേൾക്കുക. പക്ഷെ നല്ല എന്താ പറയുക, കേൾക്കാൻ നല്ല സുഖമായിരിക്കും ആ സൗണ്ട്. പോർട്ട്ലാൻഡിൽ കുറേ ഉണ്ടായിരുന്നു. യൂറോപ്യൻ കൺട്രീസിൽ ഈ ഹാർബറുകളുടെ തീരത്ത് എപ്പോഴും ഇതുപോലെ പക്ഷികൾ, ഈ പക്ഷികളെ നമുക്ക് കുറേ എണ്ണം കാണാൻ പറ്റും. അതിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷെ അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. പക്ഷിയുടെ പേരെന്താണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോട്ടെ ഗൂഗിളിൽ എന്താ അതിനെ പറയാമെന്ന്, എന്നിട്ട് ഞാൻ പറയാം. ഇവിടെ കണ്ടോ ചെറിയ ചെറിയ ഹാർബറിൻ്റെ തീരത്ത് തന്നെ ചെറിയ ചെറിയ കഫേസും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പൂക്കളൊക്കെ ഉണ്ടല്ലോ, എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് എത്ര അതിമനോഹരമായിട്ടാണ് ഈ ചെറിയൊരു സ്ഥലം അവർ കീപ്പ് ചെയ്യണമെന്നുള്ളത് നോക്കുക. ട്രാഫിക്കും വളരെ ഡിസിപ്ലിനാണ് അവിടെ ഫോളോ ചെയ്യണം എല്ലാവരും. ഇതൊരു ചെറിയൊരു സ്ഥലമുണ്ട്. ഇത് ചെറിയ സ്പേസാണ്. പീകോക്സിൻ്റെ ഒരു എന്താ പറയുക ബോക്സ് കളക്ഷൻ അവിടെ ഉണ്ട്. അത്ര വലിയൊരു ജംഗ്ഷനോ വലിയൊരു സ്ക്വയറോ കാര്യങ്ങളോ ഒന്നുമല്ല അത്. വളരെ കുറച്ച് മാത്രം ആളുകളുള്ള ഒരു സ്ഥലം. ബുക്ക് ഷോപ്പ്. ഇതൊരു ചർച്ച് ഉണ്ട്. പക്ഷെ ഇതാണോ? അതെ, ഇതാണ് കേട്ടോ ചർച്ച്. സോറി, ചർച്ച് അപ്പുറത്തുണ്ട്. ആ ചർച്ചിലൊന്ന് നമുക്ക് കയറിയിട്ട് വരാം. ചർച്ച് എങ്ങനെയുണ്ടോ നോക്കാം. വളരെ ചെറിയൊരു ചർച്ചാണ് കേട്ടോ.
ഇവിടുത്തെ മെക്ഡൊണാൾഡാണെന്നാ തോന്നുന്നത് എനിക്ക് ഈ കണ്ടിട്ട്. വളരെ ചെറിയൊരു ചർച്ചുണ്ട് പക്ഷെ ഇവിടെ ഉള്ളത്. മാർട്ടിൻസ് മെമ്മോറിയൽ ചർച്ച്. പക്ഷെ ഉള്ളിൽ എന്തായാലും നമ്മൾ കയറുന്നില്ല, കാരണം അങ്ങനെ വലുതായിട്ടൊന്നും കാണാനില്ല. ഇതിലും വലിയ ചർച്ചുകൾ നമ്മൾ യൂറോപ്പിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാന്നല്ലാതെ വേറൊരു ലക്ഷ്യം നമുക്കില്ല. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ചെറിയൊരു ക്ലോക്ക് ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താന്ന് എനിക്കറിയില്ല. ഇതൊരു മാർക്കറ്റ് സ്റ്റോൾസ് ടുഡേ ടൗൺ ഹാൾ. ഇത് ടൗൺ ഹാളുണ്ട് ഇവിടുത്തെ. അതെ, ഇതിവിടുത്തെ ടൗൺ ഹാളാണ്. ഇവിടെ ഈ ഒരു ടൗൺ ഹാളിൽ ഇവർ പ്രദർശിപ്പിച്ചിരിക്കണത് എന്ന് വെച്ചാൽ, അതായത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ തന്നെ കൂടുതലായിട്ട് ടൂറിസ്റ്റുകൾ എത്തുന്ന സമയങ്ങളിൽ അവർക്കൊരു വരുമാന മാർഗം കൂടെയാണ്. അതായത് അവർ കൈകൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കളും പിന്നെ അതുകൂടാതെ എന്താ പറയുക ബാഗുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇതുപോലെ ലൂയിസ് കാസിൽ, അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡിങ് സ്റ്റോൺസ്, പിന്നെ ഈ ഹാർബറിൻ്റെ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള ഫോട്ടോസ് കൊണ്ടുള്ള കുറേ കളക്ഷൻസ് അത് ഫോട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ട് ഇവരിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൂറിസ്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ അത് അവർക്കൊരു ഇൻകം സോഴ്സ് കൂടെയാണ്. അതൊക്കെ അതവർക്കൊരു സന്തോഷം കൂടെയാണ് ഇതുപോലെയുള്ളതൊക്കെ കാണുമ്പോഴും ടൂറിസ്റ്റുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇതിനുള്ളിലുള്ളത്. കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത് വോയിസ് ഓവർ ചെയ്യുക എന്നുള്ളൊരു, ഇവിടെ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ലേഡീസിൻ്റെ കുറച്ച് ഇതുപോലെ എന്താ പറയുക സ്റ്റഡ്സ്, ഇയറിങ്സ്, അങ്ങനെ കുറേ കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. കൂടുതലും ഫോട്ടോ ഫ്രെയിംസ് തന്നെയാണ് ഇതിനുള്ളിൽ ഇവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ കണ്ടല്ലേ, അത് കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. എല്ലാം എന്താ പറയുക അവർ സ്വന്തമായിട്ട് ചെയ്ത്, ഇവിടെയുള്ള ആളുകൾ തന്നെയാണോ, ലോക്കൽസാണ്, അവർ തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് അവിടെ ഉള്ളത്. അവർ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ വലിയ ടൂറിസ്റ്റുകളില്ലാത്തത് കൊണ്ടും അവർക്ക് അതിൻ്റെതായ രീതിയിൽ ബിസിനസ് അവിടെ നടക്കണ്ടോന്നും അറിയില്ല. അതുകൊണ്ട് ഈ കാണുന്നതാണ് ടൗൺ ഹാള്. നമ്മളിപ്പോൾ ഉള്ളിൽ കയറിയിട്ട് വന്നത്, അതിനനുസരിച്ചുള്ള ബിസിനസ് അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും ടൂറിസ്റ്റുകൾ അത്യാവശ്യം അതൊക്കെ കാണുമ്പോൾ അവർ വാങ്ങിയിട്ട് പോകും. എന്തായാലും നമുക്ക് എന്തായാലും തിരിച്ചങ്ങോട്ട് പോവാം. ഇവിടെ കണ്ടോ ഈ സ്ട്രീറ്റിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു സ്കൾപ്ചറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പുറത്ത് ഞാനൊരു സ്കൾപ്ചറുണ്ട്, അവിടെ നിന്ന് എല്ലാവരും കൂടുതലും ആളുകൾ ഫോട്ടോസ് എപ്പോഴും എടുക്കാറുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ബാറ്, വിക്ടോറിയൻ ഒരു കഫേ, ചെറിയൊരു കഫേ ഇവിടെയുണ്ട്. ഇത്രയൊക്കെയുണ്ട് അവിടെ. അതായത് ഈ ഹാർബറിന് ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റ്സും കഫേയും ഇതുപോലെയുള്ള ചെറിയൊരു ടൗൺ ഹാളൊക്കെ ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു പോർഷയുടെ വണ്ടി നോക്ക്, ഞാൻ പെട്ടെന്നോട് തിരിഞ്ഞപ്പോഴാണ്. പോർഷെ കരേരയാണ്, പോർഷെ കരേര. ഇങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് നടന്നു വന്നപ്പോഴാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടത്. ഇവിടെ കൂടുതൽ ഇതൊരു ചെറിയൊരു ടൗണാണ്, മനസ്സിലാവും, ഇതൊരു ഐലൻഡാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള കാഴ്ചകളൊന്നും നമുക്കിവിടെ ഇല്ല. അപ്പം എന്തായാലും ഇതൊക്കെയാണ്, അതായത് ഈ ലൂയിസ് കാസിൽ ഹാർബറിൻ്റെ വിശേഷങ്ങൾ, ഹാർബറിൻ്റെ തീരത്തുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകണം ഇനി. അപ്പം ഇനി പുതിയ സ്ഥലത്തു നിന്ന് നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.